കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ കൗൺസിലർ ശോഭിതയോട് ഇന്ന് വിശദീകരണം തേടും. PM നിയാസിന്റെ തോൽവിക്ക് പിന്നാലെ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്ന പരാമർശത്തിലാണ് വിശദീകരണം തേടുന്നത്. മേഘ മാധവൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മേഘ, ഗുഡ് മോർണിംഗ്. യെസ് മേഘ, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ശോഭിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് വായിക്കുകയും ചെയ്തു, പ്രേക്ഷകർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനകത്ത് പറയുന്നുണ്ട് DCCക്ക് വലിയ രീതിയിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലേക്ക് കുറ്റങ്ങളൊക്കെ ചുമത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ശോഭിതയും ഒപ്പം ശോഭിതയുടെ ഭർത്താവിനെ വരെ അല്ലെങ്കിൽ കുടുംബത്തെ വരെ വേട്ടയാടുന്ന രീതിയിലേക്കായിരുന്നു DCCയുടെ ഒക്കെ പ്രതികരണം പോയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വിശദീകരണം തേടുകയാണ്. വിശദീകരണത്തിൽ തൃപ്തരല്ല എങ്കിൽ ശോഭിതയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള, അതായത് ശോഭിതയെ മനഃപൂർവ്വം പുകച്ചു പുറത്ത് ചാടിക്കാനുള്ള ഒരു ശ്രമം, അത് ശോഭിത തന്നെ പറയുന്നുണ്ട്, തന്നെ പുകച്ചു പുറത്ത് ചാടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നിപ്പോൾ വിശദീകരണം തേടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് മേഘയുടെ വിവരങ്ങൾ? ഭദ്ര, ഗുഡ് മോർണിംഗ്. കേൾക്കാമെന്നാണ് കരുതുന്നത്. അതായത് ഈ കോഴിക്കോട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ തന്നെ ഏറ്റവും പ്രമുഖയായ വനിതാ നേതാവാണ് KC ശോഭിത. കോഴിക്കോട് മുൻ DCC പ്രസിഡന്റ് KC അബുവിൻ്റെ മകളാണ്. അങ്ങനെ സജീവമായി തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും മുൻപിൽ നിന്ന് നയിക്കുന്ന വ്യക്തി കൂടിയാണ് ശോഭിത. ആ ശോഭിതയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം, രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. അത് കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിശദീകരണം തേടും എന്നതാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിശദീകരണവുമായി ബന്ധപ്പെട്ട് അത് ലെറ്ററൊക്കെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ശോഭിതയ്ക്ക് കൈമാറും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം എന്നത് നേതൃത്വത്തിനെതിരെ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം വിമർശനം ഉന്നയിച്ചത്, അതിനൊപ്പം തന്നെ ഒരു അതായത് നേതൃത്വത്തിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയോ ഉണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ നേതൃത്വത്തോട് ഉന്നയിക്കുക, അതിന് പരിഹാരം കണ്ടെത്തുക. അതിന് പകരം എന്തിനാണ് അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് ഇട്ട് നൽകിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വിശദീകരണത്തിന്റെ ഭാഗമായി ഉന്നയിക്കുക. ഏതായാലും മനസ്സിലാക്കുന്നത് ശോഭിത ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ PM നിയാസിന്റെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനം ഈ നേതൃത്വം തന്നെ ശോഭിതയ്ക്കെതിരെ ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. ശോഭിതയുടെ ഭർത്താവിനായിരുന്നു പാറോപ്പടി വാർഡിൽ ചുമതല നൽകിയത്. ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് പരാജയത്തിന് കാരണക്കാരായത് എന്ന തരത്തിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ DCC നേതൃത്വം ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായി. അതുൾപ്പെടെ കണ്ടുകൊണ്ട് തന്നെയാണ് ശോഭിത, അതായത് ഇതുവരെ ഒരു തരത്തിലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു വാക്കുപോലും പറയാത്ത വ്യക്തി കൂടിയാണ് ശോഭിത എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂക്ഷമായ പ്രശ്നം താൻ നേരിടുന്നുണ്ട് എന്നുകൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശോഭിത വ്യക്തമാക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വനിതാ ആയതിൻ്റെ പേരിൽ പല സമയങ്ങളിൽ ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ തരത്തിൽ തിരസ്കരിക്കുന്ന രീതിയൊക്കെ തന്നെയും ഉണ്ടായി. അതിനൊപ്പം പെട്ടുതൂക്കി നടന്നല്ല താൻ പാർട്ടിയിൽ എത്തിയത് അല്ലെങ്കിൽ പാർട്ടിയിൽ ആളായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വലിയ വിമർശനം തന്നെയാണ് ശോഭിത ഉന്നയിച്ചിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധിയും ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നടപടി, അതായത് വിശദീകരണം തൃപ്തികരമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടപടി നേരിടേണ്ടി വരും എന്നൊക്കെ തന്നെയും DCC പ്രസിഡന്റ് പറയുമ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് DCCക്ക് ജില്ലാ നേതൃത്വത്തിന് കടക്കാൻ പറ്റുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം KC അബുവിൻ്റെ മകളാണ്. അതിനൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് കൂടിയാണ് ശോഭിത. ഏതായാലും ഇന്ന് ശോഭിത ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഇല്ല, കേരളത്തിന് പുറത്താണെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചെത്തിയാൽ ഒരുപക്ഷെ മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ, അതായത് തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നേതൃത്വത്തിനെതിരെ കൂടുതൽ കാര്യങ്ങൾ താൻ തുറന്നു പറയും എന്ന് ശോഭിത വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ തിരിച്ച് കോഴിക്കോടെത്തിയാൽ കൂടുതൽ കാര്യങ്ങൾ ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശോഭിത തുറന്നു പറയും എന്നത് തീർച്ചയാണ്. അതുൾപ്പെടെ ഒഴിവാക്കാനുള്ള ശ്രമം കൂടി ഈ DCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കടുത്ത വിമർശനം കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലയിലെ വനിതയുടെ മുഖമായി നിന്നുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ശോഭിത. അത്തരത്തിൽ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിനെ നയിച്ച ഒരാൾ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. അത് വലിയ പ്രതിസന്ധിയാണ് കോഴിക്കോട് കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.